തിരുവനന്തപുരത്തും കൊല്ലത്തും ഓൺലൈൻ പെൺവാണിഭ സംഘം പോലീസിന്റെ പിടിയിലായി. സൈബർ പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിലാണ് ഇടനിലക്കാരായ 11 പേർ പിടിയിലായത്. ഇതിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളും ഉണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കൂടുതൽ ഈ തട്ടിപ്പിന്റെ കൂടുതൽ വ്യാപ്തി പുറത്തുവരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെ. വിവരങ്ങളുമായി ഇപ്പോൾ ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, ഇതുമായി ബന്ധപ്പെട്ട ഈ ഓൺലൈൻ പെൺവാണിഭവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. സൗമ്യ, ലൊക്കാൻഡോ എന്ന സൈറ്റിലൂടെയാണ് ഇവർ ഇടപാട് നടത്തിക്കൊണ്ടിരുന്നത്. ഇവർ ദീർഘനാളായി ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നതായിട്ടാണ് ഇപ്പോൾ പോലീസിനോട് അവർ മൊഴി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദീർഘനാളായി അവർ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നുണ്ട്. എറണാകുളവും തിരുവനന്തപുരവും കൊല്ലവും കോട്ടയത്തെയും വിവിധ റിസോർട്ടുകളും ഹോട്ടലുകളും കേന്ദ്രീകരിച്ചും ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുമാണ് ഇവരുടെ ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത്. ആവശ്യക്കാർക്ക് കാറുകളിൽ യുവതികളെ എത്തിച്ചു കൊടുക്കുന്നതാണ് ഇവരുടെ സംഘത്തിന്റെ മോഡസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഇപ്പോൾ പിടിയിലായതിൽ ഇടനിലക്കാരനായി നിൽക്കുന്ന ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു ആൺകുട്ടിയും ഉള്ളതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരുടെ വിശദാംശങ്ങളടക്കം പോലീസ് മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചോദ്യം ചെയ്യുകയാണ്. ഇവർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഉന്നതന്മാരുമായുള്ള ബന്ധം അല്പസമയത്തിനകം മാത്രമേ നമുക്കറിയാൻ കഴിയൂ. പക്ഷേ ദീർഘനാളായി ഇത്തരത്തിൽ ഈ പെൺവാണിഭ റാക്കറ്റിൽ പ്രവർത്തിക്കുന്ന ആളുകൾ സ്വാഭാവികമായും ഉണ്ടാവുന്ന തരത്തിലുള്ള ഉന്നത ബന്ധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണെന്നാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന അനുമാനം. ഇപ്പോൾ 11 പേരാണ് ആകെ മൊത്തം ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. 5 പേർ സ്ത്രീകളാണ്, 6 പേർ പുരുഷന്മാരും. അതിലൊരാൾ പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടിയാണ്. രാവിലെയോടുകൂടിയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇവർ ഇപ്പോൾ തിരുവനന്തപുരം സൈബർ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. സൈബർ പോലീസിന്റെ സംഘം കഴിഞ്ഞ 1 മാസത്തിലേറെയായി നടത്തിയ നിരീക്ഷണത്തിലൂടെയും ഫോൺ കോളുകൾ ടാപ്പ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലും ടവർ ലൊക്കേഷനുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇവരെ കണക്ട് ചെയ്യാൻ കഴിഞ്ഞത്. ഒരേ സമയം ഇടപാടുകാർ എന്ന വ്യാജേന സംസ്ഥാനത്തിന്റെ പല മൊബൈൽ ഫോണുകളിൽ നിന്നും ഇവരെ ബന്ധപ്പെടുകയും പലതരത്തിലായി പോലീസ് ബന്ധപ്പെട്ട് വരികയും ചെയ്തു വരികയായിരുന്നു. തുടർന്ന് ഇടപാടുകാരെന്ന വ്യാജേന ഇവരെ വിളിച്ചു വരുത്തി സമർത്ഥമായ കരുനീക്കത്തിലൂടെയാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഉന്നത ബന്ധങ്ങളടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം ചോദ്യം ചെയ്യലിലൂടെ നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ ഒരു കൃത്യമായ വ്യക്തത നമുക്ക് പറയാനാവൂ. സൗമ്യ.